2024 വന്ന ഒരു പ്രോബ്ലമാണിത്. ഫേം അണ്ടർ റൈറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം പ്രോബ്ലമാണ്, അതേ മോഡൽ തന്നെയാണ്. 1 lakh equity shares of 10 each at par. The entire issue was underwritten by ABC. 60, 30, 10,000. ഇതിനകത്ത് ഫേം അണ്ടർ റൈറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫേം അണ്ടർ റൈറ്റിംഗ് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടുപിടിച്ച അവസാനം ഫേം അണ്ടർ റൈറ്റിംഗ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് ഫേം അണ്ടർ റൈറ്റിംഗ് വർ 80,000 ഷെയർസ്. 1,00,000 ഇഷ്യൂ ചെയ്തെങ്കിലും 80,000 സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അതിൽ മാർക്കഡ് ആപ്ലിക്കേഷൻ വന്നത് 20ഉം 14 മാറും. അപ്പോൾ എത്ര വന്ന്? 20ഉം 14 6 എന്ന് പറയുമ്പോൾ 30,000 വന്ന്, 40,000 വന്ന്. അപ്പോൾ 80,000 ഷെയറിൽ 40,000 മാർക്കഡാണെങ്കിൽ ബാക്കി 40,000 അൺമാർക്കഡാണ്. അത് ഏത് റേഷ്യോയിൽ വിധിക്കണം? അത് 6:3:1 എന്നുള്ള റേഷ്യോയിൽ അത് വിധിക്കണം. അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ക്രെഡിറ്റ് ഫോർ അൺമാർക്കഡ് ആപ്ലിക്കേഷൻ ബി ഗിവൺ ടു അണ്ടർ റൈറ്റേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഷെയർ അണ്ടർ റിട്ടേൺ. അതിൻ്റെ പ്രൊപ്പോർഷനിലാണ് അൺമാർക്കഡ് പോകണമെന്ന്. പിന്നെ നമ്മളോട് ഒരു 2.5% കമ്മീഷൻ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വർക്കിംഗ് നോട്ട് നോക്കാം. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് ലയബിലിറ്റിയിലാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 60,000 ആണ് നമ്പർ ഓഫ് ഷെയർസ്. ഒരു ഷെയറിൻ്റെ വില 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60,000 × 10 × 2.5% കമ്മീഷൻ. അപ്പോൾ എക്ക് 15,000, ബി 30,000 × 10 × 2.5% 7,500, സിക്ക് 10,000 × 10 × 2.5% 2,500. ഇനി ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ നമുക്കറിയാം 6:3:1. ഇനി അൺമാർക്കഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേക്കണേ നോക്കൂ. 80,000 ടോട്ടൽ ആപ്ലിക്കേഷൻ കിട്ടി. അതിൽ 40,000 മാർക്കഡ് ആണെന്ന് നമുക്ക് ഓരോരുത്തരുടെ മാർക്കഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 40,000 എന്തായിരിക്കും? അൺമാർക്കഡ്. അത് ഏത് റേഷ്യോയിൽ വിധിക്കും? 6:3:1. അതായത് എക്ക് എത്ര കിട്ടും? 40,000 × 6/10, ബിക്ക് 40,000 × 3/10, സിക്ക് 40,000 × 1/10. അത്രയും നമുക്ക് കിട്ടും. ഇനി നമുക്ക് അത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതുക. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഗ്രോസ് ലയബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 60,000, 30,000, 10,000, ടോട്ടൽ 1,00,000. അൺമാർക്കഡ് ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 24,000, 12,000, 4,000. അപ്പോൾ അത് കുറച്ചു. അപ്പോൾ നമുക്ക് 36,000, 18,000, 6,000 കിട്ടി. ഇനി അതിൽ നിന്ന് മാർക്കഡ് ആപ്ലിക്കേഷൻ അതും നമുക്ക് തന്നിട്ടുണ്ട് 20,000, 14,000, 6,000. അതും കുറച്ചു. അപ്പോൾ നമുക്ക് നെറ്റ് ലയബിലിറ്റി എത്ര കിട്ടി? 16,000, 4,000. മറ്റേ ആൾക്ക് 0 ആയിപ്പോയി, സിക്ക്. ഇനി ഇതിൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? ജസ്റ്റ് ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്താൽ മതി. 8,000, 10,000, 2,000. അപ്പോൾ നമുക്ക് ടോട്ടൽ ലയബിലിറ്റി എത്ര കിട്ടി? 24,000, 14,000, 2,000. അങ്ങനെ മൊത്തം ഇത് ഓരോരുത്തരുടെയാണ്, എയുടെയും ബിയുടെയും സിയുടെയും ആണ്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ ലയബിലിറ്റി നമുക്ക് എത്ര കിട്ടും? 40,000. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഇത് ഓൾറെഡി നമ്മുടെ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ ചാപ്റ്ററിലെ എക്സർസൈസാണ്, 6th എക്സർസൈസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ലാക്സിലാണ് തന്നേക്കുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് 1/4/2017 ഒരു കമ്പനി വാങ്ങിച്ചു. ദ കമ്പനി ഗോട്ട് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് 1/8/2017. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം പ്രീ ഇൻകോർപ്പറേഷനും ഓഗസ്റ്റ് തുടങ്ങി പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ 4:8 നമുക്ക് എന്ത് കിട്ടണേ? ടൈം റേഷ്യോ കിട്ടണത് 4:8. ഇനി അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ സെയിൽസ് 1,600, 31/7/2017 വരെയുള്ള സെയിൽസ്, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് 400. അപ്പോൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ എത്രയായിരിക്കും? 1,600 നിന്ന് 400 കുറച്ച് 1,200. എന്നിട്ട് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്തിൻ്റെ വെച്ചിട്ടായിരിക്കും? 400:1,200. അപ്പോൾ നമുക്ക് സെയിൽസ് റേഷ്യോ 4:12 കിട്ടും. വീണ്ടും വെട്ടിച്ചെറുതാക്കുമ്പോൾ 1:3 കിട്ടും. ഇനി ഗ്രോസ് പ്രോഫിറ്റ് 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1,600 25%, അതായത് 400 വരും. പിന്നെ നമുക്ക് കുറേ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് എടുക്കാം. ഗ്രോസ് പ്രോഫിറ്റിൽ ഏത് റേഷ്യോ ആണ്? സെയിൽസ് റേഷ്യോ, അതായത് 1:3. അപ്പോൾ ടോട്ടൽ 400 1:3 ഡിവൈഡ് ചെയ്യുമ്പോൾ 100, 300. ഇനി എക്സ്പെൻസസ്, സാലറി ടൈം റേഷ്യോ ആണ്. ടൈം റേഷ്യോ 1:2 ആണ്. 69 69നെ 1/3 2/3 ഈ റേഷ്യോയിൽ വിധിക്കുമ്പോൾ 23:46. വീണ്ടും റെൻറ്റ് റേറ്റ്, അതും ടൈം റേഷ്യോ ആണ്. 1:2 24 വിധിക്കുക. പിന്നെ സൺട്രി എക്സ്പെൻസ്, അതും ടൈം റേഷ്യോ ആണ് 66. അതിനെ 1:2 നമ്മൾ വിധിക്കുക. ദെൻ
അടുത്തത് ട്രാവലേഴ്സ് കമ്മീഷൻ, അത് സെയിൽസ് റേഷ്യോ ആണ്. നിങ്ങൾ ആ ബേസ് എല്ലാം പഠിക്കണം. ട്രാവലേഴ്സ് സെയിൽസ് റേഷ്യോ വിധിക്കേണ്ടത് എന്തൊക്കെയാണ്, ടൈം റേഷ്യോയിൽ വിധിക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പമാണ് പ്രോബ്ലം, നിങ്ങൾ ആ ബേസ് ഒന്ന് പഠിച്ചാൽ മതി. ട്രാവലേഴ്സ് കമ്മീഷൻ സെയിൽസ് 1:3. അപ്പോൾ 16 നമ്മൾ 1:3 വീതിച്ചു. അപ്പോൾ 4, 12 കിട്ടി. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് അലൗഡ് സെയിൽസ് തന്നെയാണ് 1:3 12, 3, 9 കിട്ടി. ബാഡ് ഡെപ്റ്റും സെയിൽസ് റേഷ്യോ ആണ്. അപ്പോൾ 4 ബാഡ് ഡെപ്റ്റ്, 1, 3 പിന്നെ ഡയറക്ടേഴ്സ് ഫീ അത് പോസ്റ്റിൽ മാത്രം വരുള്ളൂ. അപ്പോൾ അത് ടോട്ടലിൽ എഴുതി, പിന്നെ പ്രീയിൽ എഴുതില്ല, പോസ്റ്റിൽ മാത്രം. ടാക്സ് ഓഡിറ്റ് ഫീ, വെറും ഓഡിറ്റ് ഫീ ആണെങ്കിൽ ടൈം റേഷ്യോ, ടാക്സ് ഓഡിറ്റ് ഫീ ആണെങ്കിൽ ഏത് റേഷ്യോ ആണ്, സെയിൽസ് റേഷ്യോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 മാർക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരിക്കൽ ചോദിച്ചതാണ് ടാക്സ് ഓഡിറ്റ് ഫീയും ഓഡിറ്റ് ഫീയും തമ്മിലുള്ള വ്യത്യാസം. ഓഡിറ്റ് ഫീ ടൈം റേഷ്യോയിലും ടാക്സ് ഓഡിറ്റ് ഫീ ഏതാണ്, സെയിൽസ് റേഷ്യോയിലാണ്. എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് ചോദിച്ചിരുന്നത്, അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ ഡിപ്രീസിയേഷൻ ടൈം റേഷ്യോ 12നെ 1:2 കൊണ്ട് വീതിക്കുക. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പോസ്റ്റിൽ മാത്രമേ വരുള്ളൂ. ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ കോളം ടോട്ടൽ ചെയ്യുക. അതേപോലെ തന്നെ ഓരോ കോളംസും ടോട്ടൽ ചെയ്യുക. എങ്ങനെയാണ്, എക്സ്പെൻസ് മാത്രം കേട്ടോ, കാരണം പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി മുകളിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എക്സ്പെൻസുകളെല്ലാം ടോട്ടൽ ചെയ്യുക. അപ്പോൾ ആദ്യം ടോട്ടൽ കോളം നോക്കുക. ടോട്ടലിൽ ഗ്രോസ് പ്രോഫിറ്റ് 400 ആണ്, എക്സ്പെൻസിൻ്റെ ടോട്ടൽ 248. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസിൻ്റെ ടോട്ടൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടും, 1,52,000 ലാക്സിലാണ്. അപ്പോൾ ഇവിടെ 152 എന്ന് കിട്ടും. ഇനി പ്രീ ഇൻകോർപ്പറേഷനിലെ ഗ്രോസ് പ്രോഫിറ്റ് 100 ആണ്, എക്സ്പെൻസ് എല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ 67.25 ആണ്. അപ്പോൾ 100ൽ നിന്ന് 67.25 കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടും, 32.75. പോസ്റ്റ് ഇൻകോർപ്പറേഷനിലെ പ്രോഫിറ്റ് 300 ആണ്, അതിൽ നിന്ന് എക്സ്പെൻസ് 150.75 കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണ്, 119.25. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ.